ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം നാടൻ ചോറാണ്. ഇൻസ്റ്റൻറ്റ് പോട്ട് വെച്ച് അല്ലെങ്കിൽ ഇലക്ട്രിക് പ്രഷർ കുക്കറിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല പൂ പോലത്തെ ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കിയ കേരള മട്ട റൈസ്. ഇത് ഞാൻ 3 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ചധികം ചോറുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ചോറ് ഒരുമിച്ചുണ്ടാക്കി മീൽ പ്രിപ്പയർ ചെയ്ത് ഫ്രീസ് ചെയ്യാനോ ഒക്കെ വേണ്ടിയാണ് ഈ റെസിപ്പി. അതുകൊണ്ട് 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെള്ളം. ഞാനിവിടെ ഒരു 8 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് 3 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം ആവശ്യമാണ്. ഇതിനെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 3 കപ്പ് അരി, മട്ട അരി ഇൻസ്റ്റൻറ്റ് പോട്ടിലോട്ട് ഇടണം. അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 8 കപ്പ് വെള്ളം കൂടി ഇൻസ്റ്റൻറ്റ് പോട്ടിലോട്ട് ഒഴിക്കണം. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് പോട്ട് അടച്ച് സീലിങ്ങിൽ വെക്കാം. ഇനി നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. പ്രഷർ കുക്ക് മോഡിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഹൈ പ്രഷർ, അത് 8 മിനിറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കീപ്പ് വാം ബട്ടൺ ഓൺ ആയി തന്നെ ഇരിക്കണം. അത്രയേ ഉള്ളൂ. ഇനി അത് അവിടെ ഇരുന്ന് ആയിക്കോളും. ഏകദേശം 1 മണിക്കൂറോളം എടുക്കും പ്രഷർ കുക്ക് ചെയ്യാനും പിന്നെ അത് അവിടെ ഇരുന്ന് ആവി കയറി ആകാനും വേണ്ടി ഏകദേശം 1 മണിക്കൂർ എടുക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന അളവുകളും ടൈമറും ഒക്കെ 3 കപ്പ് അരിക്ക് വേണ്ടിയുള്ളതാണ്. ഇനിയിപ്പോൾ അരിയുടെ ക്വാണ്ടിറ്റി കൂടുന്തോറും കുറയുന്തോറും ഈ സെയിം അളവും ടൈമറും ഉപയോഗിച്ചാൽ വേവ് കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. ഏകദേശം 1 മണിക്കൂർ ആവാറായി. ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റൻറ്റ് പോട്ട് തുറക്കാനുള്ള സമയമായി. ഇതിലിപ്പോൾ L025 എന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഫുൾ പ്രഷർ ബിൽഡ് ചെയ്ത് 8 മിനിറ്റ്സ് പ്രഷർ കുക്കിംഗ് കഴിഞ്ഞ് 25 മിനിറ്റ്സ് കീപ്പ് വാമിൽ വെച്ച് ആവി കയറി കഴിഞ്ഞു. ചോറിപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു ക്വിക്ക് റിലീസ് ചെയ്യണം. സ്റ്റീമും പ്രഷറും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിട്ടിട്ട് വേണം നമുക്ക് തുറക്കാൻ. ഒരു ക്വിക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ വാൽവ് താഴ്ന്നിട്ട് വേണം ഇൻസ്റ്റൻറ്റ് പോട്ട് തുറക്കാൻ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് പോട്ട് തുറന്ന് നോക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ഈ ചോറിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി ഒരു സെക്കൻഡ് അവിടെ ഇരിക്കട്ടെ. ഈ തിളച്ച വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒഴിക്കുമ്പോൾ ചോറിലുള്ള സ്റ്റാർച്ച് എല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങി വെള്ളത്തിലോട്ടായിക്കോളും. എന്നിട്ട് നമ്മൾ ആ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒട്ടും സ്റ്റാർച്ചി ആവത്തില്ല, ഒട്ടിപ്പിടിക്കത്തുമില്ല. ഇനി ഒരു സ്ട്രെയിനറോ ഒരു കൊലാൻഡറോ വെച്ച് നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയണം. വെള്ളം നന്നായിട്ട് ഊറി എടുക്കണം. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവാണ്, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല പൂ പോലത്തെ കേരള മട്ട റൈസാണ് റെഡി ആയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.